കുഴപ്പമില്ല. എന്താണ് ഇഷ്ടപ്പെട്ടെന്താ? ഇല്ല അങ്ങനെ കുഴപ്പമില്ല. ഇത് ത്രില്ലറാണ്, അത്രയും എല്ലാവർക്കും മറക്കാവുന്ന ഡൗട്ടാണ്. ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറായിട്ടാണ് പടം പോകുന്നത്. കുഴപ്പമില്ല. എല്ലാവരുടെ പെർഫോമൻസ് ഒക്കെ എങ്ങനെയാണ്? ടൊവിനോ കൊള്ളാം, നല്ല റെക്കോർഡ്. പടം നല്ല രസമായിരുന്നു കാണാൻ. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. മൊത്തത്തിലൊരു ത്രില്ലർ സ്വഭാവമുള്ള സിനിമയാണ്. അതിൻ്റെ ഡയറക്ടേഴ്സിന് മുമ്പ് ചെയ്ത ഫോറൻസിക്കും ഇതേപോലെ അവർ നല്ലപോലെ റിസർച്ച് ചെയ്തിട്ട് ചെയ്ത സിനിമയായിരുന്നു. അതിൽ കുറേ എലമെൻറ്റ്സ് ഉണ്ട്, കാര്യങ്ങളും നല്ല രസമാണ്. സിനിമ അത്യാവശ്യം നല്ലൊരു എന്താ പറയണ്ടേ, നെഗറ്റീവ്സോ കാര്യങ്ങളൊന്നും പറയാനില്ല. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ട് പോകാൻ പറ്റിയ പടം എന്ന് പറയുമ്പോൾ ടോവിനോയുടെ പെർഫോമൻസും കാര്യങ്ങളും ആ റഫ്നെസ്സും എല്ലാം ക്യാരക്ടർ അവസാനം വരെ ഒരേ ലെവലിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് പോയി. നല്ല എൻഗേജിങ് ആയിരുന്നു പടം, നല്ല ത്രില്ലറാണ്, കൊള്ളാം. ഇപ്പോൾ ആക്ഷൻസ് ആൻഡ് ഓൾ സൂപ്പർ. ടൊവിനോ റോക്ക് ദാറ്റ്സ്. ഒബ്വിയസ്ലി ഫൈറ്റ് സീൻസൊക്കെ നല്ല സീൻസ്. പിന്നെ ത്രിഷിങ് കൊള്ളാം, അഭിനയം അടിപൊളി, സെറ്റ്. റേറ്റിംഗ് 9/10. പിന്നെ അതിൻ്റെ ഇൻ്റർവൽ പഞ്ചൊക്കെ നന്നായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു ഇൻ്റർവെല്ലാകുമ്പോൾ തന്നെ നമുക്ക് കുറച്ചുകൂടെ അതിൻ്റെ ഒരു എന്താ പറയുക, ആ ഒരു എക്സൈറ്റ്മെൻറ്റ് നമുക്ക് കീപ്പ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇൻ്റർവെലിന് ശേഷമാണെങ്കിലും ആ ഒരു ഫ്ലോ അവർ നന്നായിട്ട് തന്നെ കീപ്പ് ചെയ്തിട്ടുണ്ട്. ക്ലൈമാക്സ് നന്നായിട്ടുണ്ടായിരുന്നു. ടോവിനോ നന്നായിട്ടുണ്ടായിരുന്നു. ഫൈറ്റ് സീനൊക്കെ നന്നായിട്ട് സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ആ ഒരു പഞ്ചൊക്കെ നന്നായിട്ട് ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട്. പടം വയസ്സ് നോക്കിയാൽ പടം നന്നായിട്ടുണ്ട്. എത്ര പേർക്ക് ഇഷ്ടപ്പെടുമെന്ന് ചോദിച്ചാൽ അതാണ്. കാരണം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആണ് പ്രോപ്പർലി പറഞ്ഞാൽ. അഖിൽ പോൾ അയനസ് ഖാൻ്റെ രണ്ടാമത്തെ പടമാണ്. ഫസ്റ്റ് ടോവിനോ വെച്ച് തന്നെ ഫോറൻസിക്, സെക്കൻഡ് ഈ പടം അഖിൽ പോളിൻ്റെ മൂന്നാമത്തെ പടമാണ്. കോമൺ ആയിട്ട് പുള്ളി റൈറ്ററായിട്ട്, പുള്ളിയുടെ ഫസ്റ്റ് പടമാണ് സെവൻത് ഡേ ആണ്. കോമൺ ആയിട്ട് ടോവിനോ ഉണ്ട്. അപ്പം പുള്ളിക്ക് ആ ഒരു സംഭവം ഉണ്ടായിരിക്കും. പുള്ളി തന്നെ കോമൺ ജേണറാണ്, ശ്രദ്ധ മനസ്സിലാവും. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ചോദിച്ചാൽ ഇല്ല, ഡിപ്പെൻസാണ്. ഫസ്റ്റ് ഹാഫ് ഒരു ഇൻ്റർവെല്ലിന് മുന്നേ കൊള്ളാം, കുഴപ്പമില്ല. എൻഗേജിങ് സംഭവങ്ങളില്ല. ലാസ്റ്റ് ഒരു പുള്ളി ഒരു ട്രിവാൻഡ്രത്ത് ലുലുമോൾ വന്നപ്പോൾ പറഞ്ഞിരുന്നു അവസരം 40 മിനിറ്റ് പുള്ളിക്ക് ഉറപ്പുണ്ടെന്ന്. അത് പക്കാ സംഭവമാണ്. ഇതിൽ പറയുന്നതല്ല ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞ സാധനം. പുള്ളിക്ക് തന്നെ വേറെ ഒരു 2-3 ഐഡൻറ്റിറ്റി കാര്യങ്ങളുണ്ട്. അത് അവസാനം 40 മിനിറ്റ് ഭയങ്കര എൻഗേജിങ് ആണ്. ക്യാമറ ആണെങ്കിലും ഇതാണെങ്കിൽ അതാണെങ്കിലും നന്നായിട്ടുണ്ട്. പിന്നെ തൃഷയുടെ സംഭവം എനിക്ക് പേഴ്സണലി പുള്ളിക്കാർ നല്ലൊരു നടിയാണ്. പുള്ളിക്കാർ രീതിയിൽ വന്ന് അഭിനയിക്കണം എനിക്ക് താല്പര്യമില്ല. നമ്മളിപ്പം ഈ ഫാസ്റ്റ് പാസിൽ പല സിനിമയിൽ കണ്ട പോലെ പുള്ളിക്കാർ നല്ല നടി. ഇങ്ങനെ ഒരു പടത്തിൽ ഈ ഒരു റോൾ വേറെ ആരും ചെയ്താലും മതി. അതിന് ഇമ്പോർട്ടൻസ് ഉള്ളൂ. കൊള്ളാം ചെയ്തിട്ട്, ഇമ്പോർട്ടൻസ് ഇല്ല. ഓവറോള് ഒരു ക്ലീഷ ബ്രേക്കിംഗ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലാണ്. കുറച്ചൊക്കെ പിന്നെ കുറേ ക്ലീഷ കൂടാൻ കൊള്ളാം.